കാസർഗോഡ് വൈദ്യുത ലൈനിൽ തട്ടിയ കണ്ടെയ്നർ ലോറിക്ക് തീപിടിച്ചു. മേൽപ്പറമ്പ് ദേളി റോഡിലാണ് അപകടം. കണ്ടെയ്നറിൽ ഉള്ളിലെ 10 റെഫ്രിജറേറ്ററുകൾ കത്തി നശിച്ചു. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചെയ്യുന്നുണ്ട്. ജോസഫ്, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. അതിര ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ഈ അപകടമുണ്ടായത്. മേൽപ്പറമ്പിൽ നിന്ന് ദേളി റോഡ് വഴി സഞ്ചരിക്കുകയായിരുന്ന കണ്ടെയ്നർ ലോറിയാണ് ഈ വൈദ്യുത ലൈനിൽ തട്ടി തീ പിടിച്ചത്. ഈ ലോറിക്കുള്ളിൽ ഉണ്ടായിരുന്ന 10ഓളം റെഫ്രിജറേറ്ററുകൾ കത്തി നശിക്കുകയുണ്ടായി. ഉടൻ തന്നെ അഗ്നിരക്ഷാ സേന എത്തി തീ അണച്ചത് മൂലമാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. എന്തായാലും നാട്ടുകാരുടെ സമയോചിത ഇടപെടൽ മൂലം വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും ശക്തമായ രീതിയിൽ നാട്ടുകാർ ഇടപെട്ടത് മൂലമാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഒഴിവായത്. മാത്രമല്ല, ഉടനടി തന്നെ ഈ തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് ഈ ബാക്കിയുള്ള റെഫ്രിജറേറ്ററും പുറത്ത് എത്തിക്കുകയുണ്ടായി. എന്തായാലും ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. ഈ ഡ്രൈവറുടെ അശ്രദ്ധയാണ് ഇത്തരത്തിൽ വൈദ്യുത ലൈനിലേക്ക് വണ്ടി ഓടിച്ചു കയറി എന്നൊരു ആരോപണം കൂടി ഉയരുന്നുണ്ട്. എന്തായാലും ഫയർഫോഴ്സിന്റെ സമയോചിത ഇടപെടൽ ഫലം കണ്ടു. ആളുകൾക്കൊന്നും പരിക്കില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ വാർത്ത. അതിര ശരി ജോസഫ്, കാസർഗോഡ് വൈദ്യുത ലൈനിൽ തട്ടിയ കണ്ടെയ്നർ ലോറിക്ക് തീപിടിച്ചു. മേൽപ്പറമ്പ് ദേളി റോഡിലാണ് അപകടമുണ്ടായത്. കണ്ടെയ്നറിൽ ഉള്ളിലെ 10 റെഫ്രിജറേറ്ററുകൾ കത്തി നശിച്ചു.